എൻ്റെ അമ്മയുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ അമ്മയ്ക്കൊരു അപൂർവമായൊരു അസുഖത്തിൻ്റെ പേരൊന്നും അറിയില്ല, എന്തസുഖമാണെന്നും അറിയില്ല, അതിന് മരുന്നുമില്ല. പക്ഷേ അസുഖം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനസികമായ വിഭ്രാന്തി, എപ്പോഴും ചില സമയത്ത് പറയണതൊന്നും ഓർമ്മയില്ല, ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, എന്താ പറയണേന്ന് അറിയണില്ല, എന്താ ചെയ്യണേന്ന് അറിയില്ല, ഭക്ഷണം ഇറങ്ങില്ലായിരുന്നു. അതുപോലെ തന്നെ ഉമിനീര് പോലും അമ്മ ഇറക്കില്ലായിരുന്നു. ഒരു മെഡിസിൻ 22 കൊല്ലമായിട്ടൊരു മെഡിസിൻ കഴിക്കുകയാണ്. ആ മെഡിസിൻ്റെ ഒരു ഇതിൽ മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. ആ മെഡിസിൻ ഒരു ദിവസം മുടങ്ങിയാൽ ഭക്ഷണം കഴിക്കില്ല. അതുപോലെ ഉമിനീര് വന്നതുമൊക്കെ തുപ്പിക്കളയുമായിരുന്നു. അങ്ങനത്തെ ഒരു രോഗമായിരുന്നു. എന്താണ് അസുഖം എന്ന് ഇന്ന് വരെ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതെന്താ അസുഖമാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വിഷമത്തോടുകൂടി അങ്ങനെ 22 കൊല്ലമായിട്ട് ആ മെഡിസിൻ ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഫെബ്രുവരിയൊക്കെ ആയപ്പോഴേക്കും അമ്മയ്ക്ക് വീണ്ടും അസുഖം വന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ലാതായി, ഭക്ഷണം കഴിക്കാതെയായി. ഒരാഴ്ചയായിട്ട് ഒന്നും കഴിക്കണില്ല, ഉമിനീര് പോലും വന്നത് തുപ്പി കളയുമായിരുന്നു. അങ്ങനെ എൻ്റെ വല്യമ്മയാണ് ആദ്യമായിട്ട് മോനെ നമുക്ക് അന്നായിരുന്നു അമ്മയടുത്തൊന്ന് കൊണ്ടുപോയി നോക്കാം, കൃപാസനത്തിൽ അമ്മയടുത്തൊന്ന് കൊണ്ടുപോയി നോക്കാം, ഇനി അവസാന വഴി അതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല, ഡോക്ടർമാർക്ക് കൊണ്ടുപോയാലും അവർ ചെക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ഒരു അസുഖവും ഇല്ല എന്നാണ് പറഞ്ഞു വിടണത്. അപ്പോൾ അങ്ങനെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് വല്യമ്മയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ അന്നത്തെ ദിവസം അമ്മയുടെ അടുത്ത് ഞാൻ ആദ്യം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുമെന്ന് കരുതിയാണ് അന്ന് വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഓഫീസിൽ തിരക്കിയപ്പോഴാണ് അറിയണത് ഉടമ്പടി എടുത്തവർക്കേ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് അടക്കി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മ അവിടെ അങ്ങനെ ഇരുന്നതും പെട്ടെന്ന് അമ്മ തല കറങ്ങി അവിടെ തന്നെ വീണു. ആ ഇരുന്ന സ്ഥലത്ത് തന്നെ അമ്മ മറിഞ്ഞ് വീണു. അപ്പോൾ എല്ലാവരും ചുറ്റുമുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലായിടത്തും എല്ലാം ഫുള്ള് കാര്യങ്ങൾ വിവരിക്കാൻ പറ്റാത്തതുകൊണ്ട് തല കറങ്ങി വീണതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്തുള്ളൊരു ചേച്ചി എനിക്കൊരു കുപ്പി വെള്ളമൊക്കെ തന്നിട്ട് പറഞ്ഞു മോളെ വെള്ളം കൊടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യും കാലും കിടന്ന് വിറയ്ക്കുക, എന്താ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പയ്യെ കണ്ണ് തുറന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ എൻ്റെ അസുഖം എന്തോ കുറഞ്ഞു പോയ പോലെ, എൻ്റെ ശരീരത്തിൽ എന്തോന്ന് ഇറങ്ങിപ്പോയ പോലെ എന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ അമ്മ പറയണേ, ഒന്നും ഉണ്ടാവില്ല, അമ്മ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മനെ കുറച്ച് നേരം കൂടെ 5 മിനിറ്റും കൂടെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കണ്ണീരോടെ, ഞങ്ങളുടെ കണ്ണീന്ന് ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അവസാന വഴിയാണ് അമ്മയടുത്ത്, ഇനി വേറെ പോവാൻ സ്ഥലമോ മരുന്നോ ഒന്നുമില്ല. ആ മരുന്ന് കഴിക്കണ മരുന്നും ഇപ്പം ശരീരത്തിൽ റിയാക്ട് ചെയ്യാതെയായി. കാര്യം അത് കഴിച്ച് ആ മരുന്നും ശരീരത്തിൽ പിടിക്കാതെയായി. വേറെ മെഡിസിനും ഇല്ല, ലാസ്റ്റ് മെഡിസിൻ അതേ ഉള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളൊരു പൊതി ചോറ് കരുതിയിട്ടുണ്ടെന്ന് എൻ്റെ വല്യമ്മ പറഞ്ഞ് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും, ഒരു പൊതി